ഭൈരവിയമ്മ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഇതുവരെ നിധിയെക്കുറിച്ച് മോശമായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? നിന്നെ എനിക്ക് അറിഞ്ഞൂടെ വസുന്ധരെ? ആരെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് നീ ഒരു കാര്യം പറയൂ? പ്രത്യേകിച്ചും ഈശ്വരമംഗലത്തിന്റെ അധികാര സ്ഥാനത്തേക്ക് വരേണ്ടവള് അത് ചെയ്യാൻ പാടില്ലല്ലോ. അതെ അതെ, നമ്മുടെ തറവാട്ട് പേരിന് തന്നെ ഒരു അന്തസ്സുണ്ട്. സത്യം മാത്രം പറയുക, പരമാവധി മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കുക, കുടുംബത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുക. ഈ കാര്യങ്ങളില് ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്തിട്ടില്ല ഭൈരവിയമ്മേ. അതെനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോ എനിക്കത് കൂടുതൽ മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ ഇനിയെങ്കിലും ഭൈരവ്യമ്മയോട് എനിക്ക് ഉള്ളത് തുറന്നു പറഞ്ഞേ പറ്റൂ. ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയ ഒരു ദുശകുലമാണ് നിധി. പറഞ്ഞ അനുസരിക്കില്ലെന്നേ. കുറച്ചുനാളെ അവള് നമ്മുടെ ഓഫീസിൽ പോയിരുന്നു. എന്റെ ദൈവമേ, അവിടെ കാണിച്ച തരികിട പരിപാടികള് നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിക്കില്ല. വസുന്ധരയ്ക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും നമ്മുടെ ക്ലയന്റിൽ നിന്ന് നമ്മൾ തന്നെ കമ്മീഷൻ വാങ്ങിക്കാന്ന് പറഞ്ഞ. വസുന്ധരെ, എന്താ ഇതൊക്കെ ഭൈരവിയമ്മ എങ്ങനെയാ അറിഞ്ഞത്? ഈ നിധിയുടെ സ്വഭാവം കണ്ടാ അറിഞ്ഞൂടെ? സ്വന്തം സ്ഥാപനത്തിന് ഒറ്റിക്കൊടുത്തവള്. നീ ഇപ്പൊ അതല്ലേ പറഞ്ഞത്? ആ അതെ അതെ, അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നേ. എങ്ങനെ അവളെ ഒന്ന് ഒഴിവാക്കിയെടുക്കാൻ ഞാൻ ആവുന്ന പണിയൊക്കെ നോക്കിയതാ. പക്ഷേ അവള് മഹാ തരികിടയാ. നിറയെ കുതന്ത്രങ്ങളാണെന്നേ അവളുടെ മനസ്സില്. അതുകൊണ്ട് ഒന്നും നടന്നില്ല. ഭൈരവിയമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യ്. ഭൈരവിയമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഇല്ലല്ലോ വസുന്ധരെ. ചെയ്യേണ്ടത് ചെയ്തല്ലേ പറ്റൂ എനിക്ക്. മൊത്തത്തിലൊരു ശുദ്ധികലശം നടത്തി നെല്ലും പതിരും തിരിച്ച് ആ മരതകമാലയും കഴുത്തിലണിയിച്ച് അധികാരവും കൈമാറിയിട്ടേ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകും. മതി, അത് മതി. ഇപ്പോഴാ എനിക്കൊരാശ്വാസമായത്. വാ, നമുക്കകത്തേക്ക് പോവാം. സൂപ്പർ മാർക്കറ്റ് തന്നിട്ട് സാധനങ്ങളാ എവിടെ എടുത്തേക്കിന്റെ? എല്ലാം എടുത്ത് കിച്ചണിലേക്ക് വെച്ചേക്ക്. ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. നിൽക്ക്. താനെല്ലാം ഇവിടെ തന്നെ ഇറക്കി വെച്ചാ മതി. എന്നിട്ട് പോയിക്കോ. പോകാനോ? പിന്നെ ഇതൊക്കെ ആരെടുത്ത് അകത്ത് വെക്കും ഭൈരവിയമ്മേ? നീ സമാധാനപ്പെടു വസുന്ധരെ. ഇവിടെ ഇറക്കി വെച്ചാ മതിയോ? താൻ അവിടെ തന്നെ ഇറക്കി വെച്ചേക്ക്. നിനക്കിതൊക്കെ അകത്ത് കൊണ്ടുവെക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് കൊണ്ടുവച്ചല്ലേ പറ്റൂ. അതെങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നീ വന്നേ. നിധി, മുറി കയറി അടച്ചിരിക്കാണോ? ഇങ്ങി വന്നേ. നിധി, ഭൈരവിയമ്മ വിളിച്ചത് കേട്ടില്ലേ? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്താ ഭൈരവിയമ്മ, എന്താ കാര്യം? അതിനെ അമ്മായിയമ്മയെ ബോധ്യപ്പെടുത്തി സമ്മതപത്രം വാങ്ങിയാൽ മാത്രമേ മരുമകള് താഴേക്ക് എഴുന്നള്ളൂ എന്നാണോ? എന്താ ഭൈരവിയമ്മ, എന്തിനാ വിളിച്ചത്? ഓണത്തിന് വേണ്ട പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും ഒക്കെ ഒരോട്ടക്കാരൻ കൊണ്ടുവന്ന് മുറ്റത്ത് വെച്ചിട്ടുണ്ട്. നീ പോയി അതെല്ലാം എടുത്ത് അടുക്കളയിൽ വെക്കേ. പറഞ്ഞത് കേട്ടില്ലേ? എല്ലാം എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കാൻ. ഭൈരവിയമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? സാധനം എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കണം, അത്രയല്ലേ വേണ്ടൂ. പലവ്യഞ്ജനമോ പച്ചക്കറി എന്തോ ആയിക്കോട്ടെ, ഞാൻ തന്നെ എടുത്ത് അകത്ത് വയ്ക്കും. ഞാൻ എടുത്തോണ്ട് വരാം. നിക്ക്. അടുക്കള സാധനങ്ങൾ ചുമക്കേണ്ടത് ഈശ്വരമംഗലത്തെ ആണുങ്ങളല്ല. നീ നിന്റെ പാട് നോക്കി പോകും. ആരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് എനിക്കറിയാം.
ഭൈരവിയമ്മ അതൊക്കെ ഞാൻ എടുത്തോണ്ട് വെച്ചോളാം. മരുമകളെ സൂഹിക്കാൻ വിട്ടിട്ട് അമ്മായിയമ്മ മാട് പോലെ പണിയെടുക്കുന്ന പതിവാണോ പാർവതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ജോലി ആര് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേ നടക്കൂ. ഇതൊക്കെ ആവശ്യമില്ലാത്ത വാശിയാ. ആ ഗൗതം വേണ്ട, ഇതിന്റെ പേരിലൊരു തർക്കം വേണ്ട. എല്ലാം ഞാൻ എടുത്ത് വെച്ചോളാം. അതിനിപ്പോ എന്താ കുഴപ്പം? ഒന്നോ രണ്ടോ ചെറിയ ചാക്കുകെട്ടാണെന്ന് അവള് വിചാരിച്ചിരിക്കുന്നത്. ഇന്ന് ആ ചാക്കുകെട്ടുകൾ ചുമന്ന് ഇവളുടെ നടുപൊടി ഉറപ്പ്. ദേ, ഇത്രയും കൂടുതൽ സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ കൊണ്ടുവന്ന ആളോട് തന്നെ അകത്തേക്ക് വെക്കാൻ പറഞ്ഞാൽ പോരായിരുന്നോ? എന്താ ഗൗതം ഈ പറയുന്നത്? വല്ല ആൾക്കാരെയൊക്കെ നമ്മുടെ വീട്ടിനകത്ത് കയറി പെരുമാറാൻ അനുവദിക്കുന്നത് ശരിയുള്ള കാര്യമാണോ? ആ അല്ലേ ഭൈരവ്യമേ? പിന്നെ അല്ലേ, ഇതൊക്കെ നിധിക്ക് നിസ്സാരമല്ലേ? ഇവളിത് പുഷ്പം പോലെ എടുത്തോണ്ട് വെച്ചോളും. എന്താ നോക്കി നിൽക്കുന്നത്? ഒന്നൊഴിയാതെ എല്ലാം എടുത്തു വെച്ചേ. ഞാൻ സഹായിക്കാം മോളെ. അയ്യോ വേണ്ടമ്മേ, മരുമകൾ ജോലി ചെയ്യുമ്പോൾ അമ്മായിയമ്മമാർ സഹായിക്കാൻ പാടില്ല. അതാ ഈശ്വരമംഗലത്തിന്റെ ചട്ടം. ഭൈരവമ്മ എന്തു പറഞ്ഞാലും ഇവിടെ അനുസരിക്കുന്ന ഒരേ ഒരാൾ നിധി ആയതുകൊണ്ടല്ലേ എല്ലാ പണികളും അവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത്. നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞ സത്യമല്ലേ? ആജ്ഞകൾ അനുസരിക്കുന്ന ഒരാളെ കിട്ടിയപ്പോ അയാളെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ആ എന്താ ഗൗതം ഇങ്ങനെയൊക്കെ പറയുന്നേ? ഭൈരവിയമ്മ പറഞ്ഞ ഈ വീട്ടിൽ ആരെങ്കിലും അനുസരണക്കേട് കാണിക്കൂ? അതൊക്കെ അനുസരിപ്പിച്ച് നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റൂ. അങ്ങനെയൊന്നും പറയല്ലേ ഗൗതം, ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയാ. ഭൈരവിയമ്മ ഈശ്വരമംഗലം കുടുംബത്തിന്റെ അധികാരിയാ. ആ വായിൽ നിന്നൊരു വാക്ക് വന്നാൽ അതിനെ പാറുവമ്മയായാലും വസുന്ധരാന്റി ആയാലും ഈ ഞാനായാലും അക്ഷരം തെറ്റാതെ അനുസരിക്കും. അതുകൊണ്ടല്ലേ ഞാനും മറുത്തൊരു വാക്ക് പറയാത്തത്. അമ്മയും നീയും ഭൈരവിയമ്മയുടെ വാക്കുകൾ അണുവിട തെറ്റാതെ അനുസരിച്ചെന്നിരിക്കും. പക്ഷെ വസുന്ധരാമ്മ ഈ നിൽക്കുന്ന ആളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. അല്ലെങ്കിൽ വസുന്ധരാമ്മ പറയട്ടെ. വസുന്ധരാമ്മ ചിലപ്പോ ഭൈരവിയമ്മയുടെ പുറകെ നടക്കുന്നുണ്ടായിരിക്കാം. എന്നും കരുതി പറയുന്നത് എന്തും കണ്ണും പൂട്ടി അനുസരിക്കുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഡാടാ ഗൗതം, നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? ഞാൻ ഈ ലോകത്ത് ആരെങ്കിലും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ കൺകണ്ട ദൈവമായ ഈ ഭൈരവിയമ്മയെ മാത്രമാ.